ഞങ്ങളിന്ന് കൊല്ലത്ത് പോയപ്പോഴേ തിരിച്ചു വന്നപ്പം ചിക്കന് 87 രൂപ. അപ്പോൾ എന്തായാലും കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു അവിടെ കയറിയിട്ട് ചിക്കൻ മേടിക്കണമെന്ന്. അപ്പോൾ അവിടെ നിന്ന് ചിക്കൻ മേടിച്ചു. ഒന്നല്ല, രണ്ടല്ല, 3 എണ്ണം. 2 ചിക്കൻ മേടിച്ചു. നമ്മുടെ വീട്ടിലേക്ക് കൊടുത്തു. ഒരെണ്ണം വൈഫിൻ്റെ അമ്മയ്ക്കും കൊടുത്തു. കുറേ നാൾ മുന്നേ മേടിച്ചൊരു ഗ്രില്ല് മീഷോയിന്നോ തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഗ്രില്ല് വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. വൈഫ് പ്രഗ്നൻ്റ് ആയ സമയത്ത് അങ്ങോട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇപ്പം അതങ്ങ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പൊതുവേ ചിക്കൻ മേടിച്ചാലും ബീഫ് മേടിച്ചാലും ഒന്നും കട്ട് ചെയ്ത് മേടിക്കാറില്ല. ഞങ്ങൾ അതേ കണക്കിന് മേടിക്കത്തുള്ളൂ. വീട്ടിൽ കൊണ്ട് നന്നായി ക്ലീൻ ചെയ്ത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കും. നമുക്കതിന് ടൂൾസൊക്കെ ഉണ്ടല്ലോ, നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ എടുത്ത് നന്നായിട്ട് അടിച്ച് മെഴുക്കി അതിനെ നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഗ്രില്ല് ചെയ്യാനുള്ളതല്ലയോ, മസാല നന്നായിട്ട് പിടിക്കണ്ടേ. ചിക്കൻ ഇച്ചിരി സോഫ്റ്റായിട്ട് ഇരുന്നോട്ടെ. ഇത്തിരി വലിയ ചിക്കനായതുകൊണ്ട് ഇത്തിരി ഒരു മുറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളത് മസാലയൊക്കെ തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ്. മസാലയൊക്കെ നമ്മുടെ ചെറിയ ചെറിയ മസാലകളാണ്, നാടൻ മസാലയാണ്, വലിയൊരു സംഭവമൊന്നുമില്ല. എന്നാലും നമുക്ക് നോക്കാം. കുറേ നാൾ മുന്നേയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കുറച്ച് മിക്സിയിലായിട്ട് അരച്ചെടുക്കാം. നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സർപ്രൈസ്, അത് പിന്നെ പറയാം. പിന്നെ ഈ തക്കാളിയുടെ ഞെട്ട് അത് നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. അത് സ്റ്റോൺ ഉണ്ടാക്കുമെന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിയില്ല. അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ചിക്കൻ ഉണ്ടായത് 2 ചക്കല, ഒരു വലുതും ഒരു ചെറുതും. നമ്മുടെ മസാല നന്നായി അരച്ചിട്ട് അപ്പോഴാണ് മറന്നുപോയത് നമ്മൾ ലീഫ് ഇട്ടില്ലാന്ന്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ലീഫ് ഇട്ട് പെട്ടെന്ന് അരച്ചെടുത്ത് പിന്നെ കത്രിക കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കുഴിയിട്ട് മസാല ഉള്ളിലൊക്കെ പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഞായറാഴ്ചത്തെ പരിപാടിയാണ് കേട്ടോ. എല്ലാ ഞായറാഴ്ച നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാറുണ്ട്. മിക്കവാറും ചിക്കനോ ബീഫോ കണക്കൊക്കെ ആയിരിക്കും. പിന്നെ നല്ല ഫിഷ് കിട്ടുമെങ്കിൽ നമ്മൾ അടിപൊളിയാക്കി എടുക്കും. അതിൻ്റെ ഈ ചിക്കൻ ലെഗ് പീസൊക്കെ ആദ്യം എടുത്തിട്ട് അതിനെ നന്നായിട്ട്, ഈ പിള്ളേർക്ക് ലെഗ് പീസ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. പിന്നെ വൈഫിനും ജീവനാണ്, പറയണ്ടല്ലോ. അതിങ്ങനെ മസാലയൊക്കെ തേച്ച് പുരട്ടി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ട് വേറെ കുറച്ച് പീസ് നമ്മുടെ ചരുവത്തിലിരിപ്പുണ്ട്. നമ്മൾ ഉരുളിയിൽ, ആ ഉരുളിയിലെ പീസ് കൂടെ എടുക്കണം. കുറച്ച് മസാല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ലെഗ് പീസ് നന്നായിട്ട് പിടിക്കട്ടെന്ന് വിചാരിച്ചു. കൈയൊക്കെ നന്നായിട്ട് അഴലുന്നുണ്ട് കേട്ടോ. ആ എരി, ആ പച്ചമുളകിൻ്റെയും ആ പച്ചമുളകിൻ്റെയൊക്കെ എരി നന്നായിട്ട് കൈ അഴലുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വെക്കുന്നില്ല, കാരണം ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്തില്ല. ഗ്ലൗസ് എവിടെയോ കാണണം, പിന്നെ അതെടുത്ത് തപ്പി എടുക്കണം. പിന്നെ നമ്മുടെ ആ ബ്രസ്റ്റ് പീസും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നന്നായി മസാല പുരട്ടി അതിൻ്റെ മേളിലേക്ക് ഉരുളിയിൽ നിന്നുള്ള മസാലയും കൂടെ വടിച്ച് അതിനകത്തേക്ക് ഇട്ടേക്കാം. മസാല വേസ്റ്റായി പോകണ്ടല്ലോ. അപ്പം നന്നായി പിടിച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ഫ്രീസറിലോട്ട് കയറ്റി അങ്ങ് വെക്കുക. ബാക്കിയിരുന്ന കുറച്ച് മസാല ഉണ്ടായിരുന്നു, അതൊക്കെ തപ്പി വെച്ച് ഞാനിതെങ്ങനെ കേട്ടാണ്. ഇതാണ് നമ്മുടെ ഗ്രില്ല്. നമ്മൾ പണ്ട് 1 വർഷത്തോളം ആയെന്ന് തോന്നുന്നു മേടിച്ച് വെച്ചിട്ട്. അത് നമ്മൾ ചാർക്കോൾ മേടിച്ച് കുറച്ച് കർപ്പൂരമൊക്കെ ഇട്ട് കത്തിച്ചെടുത്തു. ഗ്രില്ലിന് ഇത്തിരി ഡെപ്ത് കുറവായതുകൊണ്ട് ഇത്തിരി പാടായിരുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല. നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം അടുത്ത് കൂടിയിട്ടുണ്ട്. എല്ലാം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടെ കാണിക്കാനാ. അതുകൊണ്ട് ഒരാൾ വന്ന് അതിൻ്റെ ഇടയ്ക്ക് കുത്തിയിട്ട് പോയി. ഇതിപ്പോൾ കത്തി വരാൻ ഇത്തിരി താമസമുണ്ട്. നമ്മൾ പുറത്താണ് വെച്ചത്. ഇതിപ്പോൾ നമ്മുടെ ചേട്ടച്ചാർ കണ്ടത് ഇരുന്ന് വീശുകയാണ്. നന്നായിട്ട് വീശി കത്തിച്ചെടുക്കട്ടെ. എനിക്ക് കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടേ, അപ്പോൾ അവൻ നന്നായിട്ട് കത്തിച്ചെടുക്കട്ടെ. ഇവിടെ ആകുമ്പോൾ ഒരു ഇത്തിരി വെയിൽ കുറവുണ്ട്, അതുകൊണ്ട് നന്നായി കത്തി വരുന്നുണ്ട്. റെഡ് കളറൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് ആ ഗ്രില്ല്, ഇതിനുള്ളിലെ ഗ്രില്ല് അതല്ല കേട്ടോ, നമ്മുടെ അമ്മ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്രില്ലാണ് അവിടെ. ആ ഗ്രില്ലൊക്കെ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരേണ്ടി വന്നു. തിരിച്ചും മറിച്ച് വിടാനായിട്ട് പറ്റുന്ന ഗ്രില്ലല്ല ഇതിനകത്തിരുന്നതേ. അപ്പോൾ ആ ഗ്രില്ല് കൊണ്ടുവന്ന് നമുക്ക് വേറൊരു മസാല ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട്. അതിനകത്ത് തേക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് കുറേശ്ശെ തേച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്ത് നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഡെപ്ത്ത് കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ 2 തടി കഷ്ണം എടുത്ത് വെച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തടി ചെറുതായിട്ട് കത്തി തുടങ്ങി. എന്നിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. നല്ല ചൂടുണ്ട് അടുത്ത് നിന്നപ്പോൾ, ഒരു രക്ഷയില്ല. എന്നിട്ട് ഉരുവോട്ട് മാറി നിന്ന് ഹാൻഡിലുള്ളത് കൊണ്ട് ഉരുവോട്ട് മാറി നിന്ന് തേക്കുക. ഇതെന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് ഫസ്റ്റ് ടൈം, കാരണം ആ ഡെപ്ത്ത് കുറഞ്ഞുകൊണ്ടാണ്.
പക്ഷേ അത് രണ്ടും ആദ്യമേ അടുത്ത് വന്നതെന്ന് പൈതലുകളും എല്ലാം കൂടെ തീർത്ത് കളഞ്ഞു. പിന്നെ ഇത് നന്നായിട്ട് വന്നു. ആ തടി വെച്ചിട്ട് ചെയ്തുകൊണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫുള്ള് തീർന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു പീസ് പോലും ബാക്കി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മയോണൈസ് നമ്മൾ എഗ്ഗും വെളുത്തുള്ളിയും ഒക്കെ വെച്ചിട്ട് ഒരു മയോണൈസ്, ഒരു ശകലം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 2 ചിക്കൻ ഉണ്ടായിരുന്നു. കുറച്ച് ടൈം എടുത്തിട്ട് അത് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇതിൻ്റെ ഇടയ്ക്ക് തിന്നാൻ കിട്ടിയപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരൊക്കെ മുങ്ങി. ടിവിയുടെ മുമ്പിലും അവിടെ ഇവിടെ. ഏറ്റവും ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരും കഴിക്കുമ്പോഴും ഞാനിത് റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് ബ്ലാക്കി ഉണ്ട്. ബ്ലാക്കിയെ നമ്മൾ കാണിച്ചില്ലെന്നേ ഉള്ളൂ. തൊട്ടടുത്ത് ബ്ലാക്കി നമ്മുടെ പപ്പിയാണ്. ഞാൻ കണ്ടില്ല. ഈ സാധനങ്ങൾ ഫുള്ള് തീർന്നു.